പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നാം നിർവഹിക്കുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട അതിപ്രധാനമായ ഒരു ഇബാദത്താണ് ദുആ എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് ദുആ ചെയ്യുക അടിമകളാകുന്ന നമ്മൾ മഹത്തായ ഒരു ഇബാദത്താണ് എന്നതിൻ്റെ പുറമെ അടിമകളായ നമുക്ക് ഒരിക്കലും ആ ഇബാദത്തിൽ നിന്ന് മാറി നിൽക്കാനോ അത് ഒഴിവാക്കാനോ സാധ്യമല്ല എന്നുള്ളതാണ്. ഓരോ സമയത്തും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ, കുടുംബകാര്യങ്ങളിൽ, സമൂഹത്തിൻ്റെ, ദീനിൻ്റെ, ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ ദുആ എന്ന് പറയുന്ന ഈ ഇബാദത്തിലേക്ക് വളരെ വളരെ അത്യാവശ്യക്കാരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൻ്റെ നിയമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ആയത്തുകളുടെ ഇടയിൽ കൂടെ ദുആയുടെ പ്രാധാന്യവും അത് ഒരു മുഅ്മിനായ മനുഷ്യന് എത്രത്തോളം അത്യാവശ്യമാണ് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ടുള്ള ആയത്ത് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ. നോമ്പിനെക്കുറിച്ചുള്ള ആയാത്തുകൾ പറയുന്നതിൻ്റെ ഇടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് സൂറത്തുൽ ബഖറയിൽ. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്ന പക്ഷം അവരോട് പറയുക, ഫഇന്നി ഖരീബുൻ, ഞാൻ അവരിലേക്ക് വളരെ അടുത്ത് നിൽക്കുന്നവനാണ്. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ, എന്നെ വിളിക്കുന്ന സമയത്ത്, എന്നോട് വിളിച്ച് തേടുന്ന സമയത്ത് അവരുടെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യാൻ തയ്യാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞു, നിങ്ങൾ എന്നെ വിളിക്കി, എന്നെ വിളിച്ച് തേടി. നിങ്ങൾ അവലംബിക്കുന്ന, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഓരോ വിഷയങ്ങളുമുണ്ടാകും, അതിൽ നിങ്ങൾ എന്നെ വിളിക്കി. അസ്തജിബ് ലക്കും, നിങ്ങളുടെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യാൻ തയ്യാറാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിളിക്കാൻ തയ്യാറാവാതെ, അതല്ലെങ്കിൽ അവനല്ലാത്ത മറ്റുള്ള ഏതെങ്കിലും സൃഷ്ടികളെ വിളിക്കാനും തേടാനും പോകുന്ന ആളുകളെ അതിശക്തമായ താക്കീത് നൽകി. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, എന്നെ വിളിക്കാൻ തയ്യാറാവാതെ അഹങ്കരിച്ചു പോകുന്നു. ഒന്നിരിക്കലും ദുആനെ ഇല്ല, അത് ഒഴിവാക്കി ജീവിക്കും. അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത മറ്റുള്ള ഏതെങ്കിലും ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ, ഔലിയാക്കളോ പുണ്യപുരുഷന്മാരോ ആദരണീയരോ എന്ന് പറഞ്ഞ് നടക്കുന്ന ആ പറയുന്ന ഏതെങ്കിലും വ്യക്തികളെയോ വസ്തുക്കളെയോ വിളിക്കാൻ പോകുന്ന അഹങ്കാരികൾ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായിട്ട് അവരെ നരകത്തിൽ ചെന്ന് പ്രവേശിക്കേണ്ടി വരും എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ യഖൂലു അന ഇൻദ ളന്നി അബ്ദീ ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണ് ധരിക്കുന്നു അവിടെ ഞാനുണ്ടാകും. വഅന മഅഹു ഇദാ ദഅാനി, അവൻ എന്നെ എപ്പോൾ വിളിക്കുന്നോ അവൻ്റെ കൂടെ താങ്ങും തണലുമായി, സഹായ സഹകരണങ്ങളുമായി അവൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് അവൻ്റെ തേട്ടത്തിന് പ്രതിഫലം നൽകിക്കൊണ്ട് ഞാൻ അവൻ്റെ കൂടെയുണ്ടാകും എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രമേ വിളിക്കാവൂ എന്ന് പല ആയാത്തുകളിൽ കൂടെ അവൻ്റെ അടിമകളായ നമ്മെ ഉണർത്തിയിരിക്കുന്നു. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. അള്ളാഹുവിനെ മാത്രം വിളിക്കാനും അവനെ ആരാധിക്കുവാനും വേണ്ടി പടുത്തുയർത്തപ്പെട്ട മഹത്തായ ഈ ഭൂമിയിലുള്ള എടുപ്പുകളും ഭവനങ്ങളുമാണ് പള്ളികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫലാ തദ്ഉ മഅല്ലാഹി അഹദൻ, അള്ളാഹുവിൻ്റെ കൂടെ മറ്റു ഒന്നിനെയും, ഒരു വസ്തുവിനെയും വ്യക്തികളെയും നിങ്ങൾ വിളിക്കാനും തേടാനും പോകരുത്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീന ആമനു വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, ശരിയായ വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിലൂടെ ശിർക്കോ കുഫ്റോ വൃത്തികേടുകളോ പാപങ്ങളോ കലർത്താതെ പരിശുദ്ധരായി പവിത്രരായി പോകുന്ന ആളുകളാണെങ്കിൽ അവർക്കാണ് യഥാർത്ഥ സുരക്ഷയുള്ളത്. അവർക്ക് അല്ലാഹു അവൻ്റെ അംന്, നിർഭയത്വം അത് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവർക്കാണ് ഹിദായത്തുള്ളത്. ചില ആളുകൾ അല്ലാഹു ആലം അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടോ ഭൗതികമായ എന്തെങ്കിലും ലക്ഷ്യങ്ങളോ താല്പര്യങ്ങളോ വെച്ചുകൊണ്ടോ അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്ന, വിളിച്ചു തേടുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ ഭവനങ്ങൾ തുറന്നു കൊടുക്കാൻ, വീടുകളിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങളായ അടിമകളോട് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് പവിത്രമായ മുബാറക്കായ ഈ മാസത്തിൽ അന്നപാനീയങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഈ മാസത്തിൻ്റെ പവിത്രത തകർക്കുന്ന നിലക്ക് ഈ പറയുന്ന അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്ന ആളുകൾക്ക് സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി പറയുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ചില വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നു. സത്യത്തിൽ ഒന്നിരിക്കൽ ആ വ്യക്തികൾക്ക് ദീനെക്കുറിച്ച് അറിയുകയില്ല, അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ലക്ഷ്യങ്ങളോ താല്പര്യങ്ങളോ ഒരു പക്ഷേ അവരെ പിടികൂടിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. അവർ പറയുന്നതുമായി ദീൻ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് സത്യം.
നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത് ഞാൻ ഒരിക്കൽ കേട്ടു, അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ, അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുക എന്ന് അതാണ് ദുആ. നാം നിർവഹിക്കുന്ന ഏത് ഇബാദത്തുകളാണെങ്കിലും അതിൽ സത്യത്തിൽ ഈ ദുആ ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അതിന് തെളിവായിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന് പറയുന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തെളിവായിക്കൊണ്ട് പറയുകയാണ്. മറ്റൊരു ഹദീസിൽ നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ഷൈഉൻ അക്റമു അലല്ലാഹി ലൈസ ഷൈഉൻ അക്റമ അലല്ലാഹി തആല മിനദ് ദുആ. അടിമയിൽ നിന്നുണ്ടാകുന്ന ഓരോ ഇബാദത്തുകളെയും അപേക്ഷിച്ചു നോക്കുമ്പോൾ ദുആനിലേറെ ആദരണീയമായ മറ്റൊരു ഇബാദത്തില്ല എന്ന്. അത്ര മഹത്തായ, അത്ര പ്രാധാന്യമുള്ള, ആദരവുള്ള ഒരു ഇബാദത്താണ് ദുആ എന്ന് പറയുന്നത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത് ഇമാം തുർമദിയൊക്കെ, ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ, അല്ലാഹു ലജ്ജ ഉള്ള ആളാണ്, അവൻ വളരെയധികം മാന്യതയുള്ള ആളാണ്. യസ്തഹി ഇദാ റഫഅ അർ-റജുലു ഇലൈഹി യദൈഹി, ഒരു അടിമ അവൻ്റെ രണ്ട് കൈയും അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്യാണ്. എന്നിട്ട് അൻ യറുദ്ദഹുമാ സിഫ്റാ, ഒന്നും കൊടുക്കാതെ കാലി കൈയായിട്ട് മടക്കാൻ അള്ളാഹുവിൻ്റെ ലജ്ജ അനുവദിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ മാന്യതയും അവൻ്റെ ഔദാര്യവും അവനെ കാലിയായിട്ട് ഒന്നും കൊടുക്കാതെ, ഒരു ഫലവുമില്ലാതെ, ഒന്നും നേടാതെ അവനെ മടക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ളത്, അവനെ അനുവദിക്കുകയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു മൻ ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി. അള്ളാഹുവിനോട് അടിമകൾ ദുആ ചെയ്തില്ല. ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് അവനോട് ദേഷ്യമുണ്ടാകും. മനുഷ്യരായ ആളുകൾ നേരെ വിരുദ്ധമാണ്. അവരോട് ചോദിക്കാൻ പോയാൽ അവർക്ക് ദേഷ്യമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കാത്ത അടിമകളോടാണ് അവന് ദേഷ്യമുള്ളത്. നമ്മൾ അടിമകൾ ദരിദ്രരാണ്, ഫുഖറാക്കളാണ്, അത്യാവശ്യക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ നിസ്സഹായതയും നമ്മുടെ അബലതയും നമ്മുടെ ദാരിദ്ര്യവും നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ യാതനകളും അള്ളാഹുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക, അങ്ങനെ കാര്യങ്ങൾ ചോദിച്ച് നേടിയെടുക്കാൻ ഒരാൾ പ്രാപ്തനാകുക എന്നുള്ളത്. ഒരാൾ ദുആ ചെയ്യുമ്പോൾ അവൻ്റെ സൃഷ്ടാവും അവൻ്റെ ആരാധ്യനുമായ അള്ളാഹുവിന് അതിന് പറ്റും, അവൻ്റെ ഇരുന്നത് കിട്ടും, അവൻ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വിളി കേൾക്കും, എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരുമെന്ന് പറയുന്ന മഹത്തായ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ആ സമയത്ത് അവനുണ്ടാവുക. അതൊക്കെ വളരെ ഉന്നതമായൊരു വിശേഷണമാണ് ഒരു അടിമയെ സംബന്ധിച്ച്. അള്ളാഹുമായി അവൻ്റെ അതിശക്തമായൊരു ബന്ധവും ആണ് എന്നുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തിർമദി അതേപോലെ തന്നെ നാസിറുദ്ദീൻ അൽബാനി റഹ്മഹുള്ളാഹി സഹീഹാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശദാഇദി വൽ ഖുറബ്. ദുരിതത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഉത്തരം കിട്ടണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ട്, സന്തോഷമുണ്ടെങ്കിൽ ക്ഷേമവും ഐശ്വര്യവും അനുഗ്രഹങ്ങളുമുള്ള സമയത്ത് ദുആ വർദ്ധിപ്പിക്കുക. ചില ആളുകൾ അങ്ങനെയാണ്, കഷ്ടപ്പാടും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലാ യാ റഹ്മാൻ യാ ലത്തീഫ് യാ ഹൈ, കഷ്ടപ്പാടുണ്ടെങ്കിൽ അവന് വിളിച്ചു തേടും. നിയമത്തൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കും. അതൊരിക്കലും ഉണ്ടാവരുത്. നമുക്ക് അനുഗ്രഹങ്ങളും നിയമത്തുകളുമുള്ള സമയത്ത് നന്ദിയുള്ള അടിമയായി ചെയ്തു തന്ന നിയമത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിടുക. അപ്പോൾ നാം കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും പ്രയാസവുമുള്ള സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായ ഉത്തരം അള്ളാഹു നൽകും എന്നാണ് ഈ ഹദീസ് പറയുന്നത്. മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ പള്ളയിൽ കടന്ന് അള്ളാഹുവിനോട് വിളിച്ച ആ സംഭവത്തിൽ അള്ളാഹു പറയുന്ന, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. നല്ല സമയത്ത്, അദ്ദേഹത്തിന് ആഫിയത്തുള്ള സമയത്ത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ഒരടിമയായിരുന്നു. അതുകൊണ്ട് തന്നെ കഷ്ടപ്പാടിൻ്റെ ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ആ വിളിക്ക് ഉത്തരം നൽകി. അല്ല എന്നുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ ആ മനുഷ്യൻ കഴിച്ചു കൂട്ടേണ്ടി വരുമായിരുന്നു. അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ, സൗദി അറേബ്യയുടെ മുഫ്തിയായ ആ പണ്ഡിതൻ പറഞ്ഞു, വദ്ദുആഉ ഫീഹി തഫ്രീജുൽ ഖുർബാത്ത്. അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അകപ്പെട്ട ദുരിതങ്ങളിൽ നിന്നുള്ള ആശ്വാസമുണ്ട്. വഇഗാസത്തുൽ ലഹഫാത്ത്, മനുഷ്യൻ കഷ്ടപ്പാട് യാതനയിൽ അകപ്പെട്ട മനുഷ്യന് സഹായം അതിലുണ്ട്. വന്നസ്റു അലൽ അഅദാ, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അറിഞ്ഞും അറിയാത്തതുമുള്ള രഹസ്യവും പരസ്യമായ ശത്രുക്കളുണ്ട് ധാരാളം.
ആ ശത്രുക്കളുടെ മേലുള്ള കേടായിട്ടുള്ള ദുആ, അതിൽ നിന്ന് രക്ഷക്കും അഭയത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ആളുകളുടെ സഹായത്തിന് ഈ ദുആ അത് ഉപകാരപ്പെടും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫഅക്സിറൂ മിനദ്ദുആഇ ലിഅൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങൾക്ക്, നമുക്ക് സ്വന്തം വ്യക്തികൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നമുക്ക് ആവശ്യങ്ങളില്ലേ? ദീനിൽ അഭിവൃദ്ധിപ്പെടണ്ടേ, ദുന്യാവിൽ അഭിവൃദ്ധിപ്പെടണ്ടേ, ഇബാദത്തിൽ മുന്നേറണ്ടേ, അള്ളാഹുവിൻ്റെ ശർഈയായ ഇൽമ് നമുക്ക് അറിയണ്ടേ, ആരോഗ്യം വേണ്ടേ, ആഫിയത്ത് വേണ്ടേ, ഐശ്വര്യം വേണ്ടേ, സമാധാനം വേണ്ടേ? ഈ പറയുന്ന വ്യക്തികൾക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ വലി ഇഖ്വാനിക്കും, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ അടുത്തും പരിസരത്തുമുള്ള സഹോദരങ്ങൾ, ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാ മുവഹ്ഹിദീങ്ങളായ മുഅ്മിനീങ്ങളായ സ്ത്രീ പുരുഷന്മാർക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതേപോലെ തന്നെ ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടി, ഈ ലോകത്തും പരലോകത്തുമുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി ദുആ നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത മഹത്തായ ഒരു ഇബാദത്താണ്. പണ്ഡിതന്മാർ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ ദുആക്ക് ചില നിബന്ധനകൾ, ഷർത്തുകൾ, പ്രത്യേകിച്ച് ദുആ അള്ളാഹു സ്വീകരിക്കാൻ അത് നമുക്ക് അറിയിച്ചു തരുന്നു. അതിൽപ്പെട്ട ഏറ്റവും ഒന്ന്, ഏത് ഇബാദത്ത് നിർവഹിക്കുകയാണെങ്കിലും അതിലുള്ള ഒരു ഷർത്താണ് ഇഖ്ലാസ്. കറകളഞ്ഞ മനസ്സിൻ്റെ ഉടമയാകണം, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. ശിർക്കോ ലോകമാന്യമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്ന അവസ്ഥ ഒരിക്കലും വന്നു പോകരുത്. അതേപോലെ തന്നെ ദുആയുടെ ആരംഭത്തിൽ ഹംദ്, അള്ളാഹുവിനെ പ്രകീർത്തിച്ച്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വചനങ്ങൾ പറഞ്ഞുകൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക. അതേപോലെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകും എന്ന് പറഞ്ഞ ഉറച്ച മനസ്സുകൊണ്ട്, കിട്ടുമോ കിട്ടിയില്ലാവോ, നൽകുവോ നൽകൂലാവോ എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവരുത്. ഹൃദയ സാന്നിധ്യം വേണം. അള്ളാഹു എൻ്റെ വിളിക്കുത്തരം ചെയ്യും, അള്ളാഹുവിനെ എനിക്കിതിന് പറ്റും, അവൻ എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരും, ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യം അതെനിക്കൊരിക്കലും വെറുതെയാവുകയില്ല എന്ന ഉറച്ച മനസ്സിൻ്റെ ഉടമയായി ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ദുആ ചെയ്യാൻ തയ്യാറാവുക. അതേപോലെ അള്ളാഹുവിനോട് ഇൽഹാഹ് ചെയ്യാൻ പ്രവാചകൻ പഠിപ്പിച്ചു. ഇൽഹാഹ് എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചു, എനിക്കിത് നൽകുക തന്നെ വേണം അള്ളാഹുവേ, ഞാൻ നിന്നെ പ്രതീക്ഷിക്കുന്നു എൻ്റെ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട്, നൽകിയേ മതിയാകൂ എന്ന് പറയണം. അള്ളാഹുവിനത് ഇഷ്ടമുള്ള കാര്യമാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, അലിഹൂ ബിയാദിൽ ജലാലി വൽ ഇക്റാം, അള്ളാഹുവിൻ്റെ അസ്മാകളുടെ കൂട്ടത്തിൽപ്പെട്ട യാദിൽ ജലാലി വൽ ഇക്റാം, ദുൽ ജലാലി വൽ ഇക്റാം, അത് വിളിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. യാദുൽ ജലാലി വൽ ഇക്റാം. അതേപോലെ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം, അള്ളാഹുവിൻ്റെ അസ്മാകൾ ധാരാളം വിളിച്ചുകൊണ്ട് അവനോട് ദുആ ചെയ്യും. അത് ദുആക്ക് ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ ചോദിച്ച കാര്യങ്ങൾക്ക് പെട്ടെന്ന് മറുപടി കിട്ടണമെന്ന് ആരും നിർബന്ധം പിടിക്കാതിരിക്കുക. ഞാൻ ഒരുപാട് ചോദിച്ചു, ഞാൻ ഒരുപാട് ദുആ ചെയ്തു, ഫലമൊന്നും കാണുന്നില്ല എന്നുള്ള പരിഭവം പറയാതിരിക്കുക. അതേപോലെ നമ്മുടെ ഭക്ഷണപാനീയങ്ങൾ, വസ്ത്രങ്ങൾ, ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് അത് ഹലാലാണ്, ത്വയ്യിബാണ് എന്ന് ഉറപ്പുവരുത്തുക. ഹറാമ് കഴിച്ചു, ഹറാമ് കുടിച്ചു, ഹറാമ് ഉപയോഗിച്ചു, അങ്ങനെ നിഷിദ്ധമായതാണെങ്കിൽ ആ മനുഷ്യൻ അവൻ്റെ കൈ ഉയർത്തി അള്ളാഹുവിനോട് എത്ര പരിതാപകരമായ നിലക്ക് ദുആ ചെയ്താലും അതിന് ഉത്തരം പ്രതീക്ഷിക്കാൻ സാധ്യമല്ല, അത് ലഭിക്കുകയില്ല എന്ന് ഹദീസുകളിൽ കൂടെ വന്നത്. അതേപോലെ പാപകരമായ കാര്യങ്ങൾ കൊണ്ടോ, കുടുംബബന്ധം മുറിക്കൽ കൊണ്ടോ, മറ്റുള്ളവരുടെ മേലുള്ള അക്രമപരമായിട്ട് അഥവാ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകളുടെ മേലുള്ള അക്രമപരമായ നിലക്കൊന്നും ദുആയിൽ ഇല്ല എന്നുറപ്പുവരുത്തുക. അതേപോലെ തന്നെ ദുആക്ക് ഉള്ള ആദാബുകൾ, അതിൻ്റെ മര്യാദകൾ, സുന്നത്തായ മര്യാദകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈ ഉയർത്താൻ വേണ്ടി അനുവാദമുള്ള സ്ഥലങ്ങളിൽ, പ്രവാചകരിൽ നിന്ന് അങ്ങനെ വന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ചിപ്പോൾ വെള്ളിയാഴ്ച ഇമാം ഖുതുബ പറഞ്ഞ് അതിൻ്റെ അവസാനത്തിൽ ദുആ ചെയ്യുമ്പോൾ അവിടെ മുഅ്മിനീങ്ങൾ കൈ ഉയർത്തരുതേ എന്നുള്ളതാണ് അതിലുള്ള പാട്. അവിടെ കൈ ഉയർത്തരുതേ എന്നുള്ളത്. നേരെ മറിച്ച് മഴയും തേടാനോ മറ്റെന്തെങ്കിലും അത്യാവശ്യത്തിലോ ഇമാമ് കൈ ഉയർത്തുകയാണെങ്കിൽ അതേപോലെ മുഅ്മിനീങ്ങളും ഉയർത്തുക, അല്ലാതെ അവർ കൈ ഉയർത്തരുതേ എന്നുള്ളത് അത് ദുആയുടെ ആദാബുകളിൽപ്പെട്ടത്. അതേപോലെ ഖിബിലക്ക് മുന്നിട്ടിരിക്കുക, ശബ്ദം താഴ്ത്തിക്കൊണ്ട് ദുആ ചെയ്യുക. ദുആ സമ്മേളനം നടത്തുകയല്ല, ഖുറാഫികളൊക്കെ നടത്തുന്നത് പോലെ, അതല്ല. ശബ്ദം താഴ്ത്തി വിനയത്തോടെ താഴ്മയോടെ നമ്മുടെ സാഹചര്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു. മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം കുഞ്ഞുങ്ങളില്ലാതെ അദ്ദേഹം ദുആ ചെയ്യുന്ന ദുആ സൂറത്തുൽ അംബിയായിൽ അതിൻ്റെ തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ, സ്വകാര്യമായി ശബ്ദം താഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിനോട് അദ്ദേഹം ദുആ ചെയ്യാണ്. റബ്ബി അന്നി വഹനൽ അളുമു മിന്നി, അള്ളാഹുവേ എൻ്റെ എല്ലുകൾ ബലം കുറഞ്ഞിരിക്കുന്നു, വഷ്തഅല റഅസു ശൈബ, എൻ്റെ തലമുടി നിരച്ചു വെളുത്ത് പ്രകാശിച്ചിരിക്കുന്നു. കണ്ടോ, നമ്മുടെ സാഹചര്യങ്ങൾ എന്താണോ അത് അള്ളാഹുവിനോട് പറയുക, അവനതറിയും. എങ്കിലും നാം അള്ളാഹുവിനോട് അത് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക.
അതേപോലെ തന്നെ ദുആക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേകമായ സമയങ്ങൾ, അത്താഴത്തിൻ്റെ മുമ്പുള്ള സമയം, രാത്രിയിൽ അവസാനത്തെ ഭാഗം, വെള്ളിയാഴ്ചയുടെ അസർ മുതൽ മഗ്രിബ് വരെയുള്ള പ്രത്യേകമായ ആ സമയം, അതേപോലെ ഇമാമ് മിമ്പറിൽ കയറി നിസ്കാരത്തിന് വിരമിക്കുന്നത് വരെയുള്ള അതിൻ്റെ ഇടയിലുള്ള സമയം, ബാങ്ക് ഇഖാമത്തിൻ്റെ ഇടയിലുള്ള സമയം, നോമ്പ് തുറക്കുന്ന സമയം, നോമ്പുകാരനാകുന്ന സമയം, യാത്രക്കാരനാകുന്ന സമയം, ഒരു അടിമ ശാരീരികവുമായി മാനസികമായി തകർന്നു നിൽക്കുന്ന സമയം, അതേപോലെ നമ്മുടെ തെറ്റുകളും പാപങ്ങളും നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകുക. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും പശ്ചാത്താപവും നടത്തിയതിൻ്റെ ശേഷം ദുആ ചെയ്യുക. അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകൾ കൊണ്ട് അവനോട് ഇടതേടിക്കൊണ്ട് ദുആ ചെയ്യുക. ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ് ഹറാമായത് ഉപയോഗിക്കുക. അതേപോലെ പെട്ടെന്ന് എൻ്റെ ദുആക്ക് ഉത്തരം കിട്ടണമെന്ന് ഒരാൾ നിർബന്ധം പിടിക്കുക. പാപകരമായ കാര്യങ്ങൾ കൊണ്ട് ദുആ ചെയ്യുക. അള്ളാഹുവിനെക്കുറിച്ച് ചീത്തയായ ധാരണയും കാര്യങ്ങളും വെച്ചു പുലർത്തുക. അതൊക്കെ നമ്മൾ നിർവഹിക്കുന്ന ആ ദുആക്കുള്ള ഉത്തരങ്ങൾ തടയപ്പെടാൻ സാധ്യതയുണ്ട്. ഇമാം ഇബ്നു ഖുദാമൽ മഖ്ദസി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ അദ്ദേഹം പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നിന്നിലേക്ക് നോക്കുമ്പോൾ നീ അവനെക്കുറിച്ച് അത്യാവശ്യക്കാരനാണ്, അള്ളാഹുവിനെ അവലംബിക്കുന്നവനാണ്, അവനെ പ്രതീക്ഷിക്കുന്നവനാണ്, അവനോട് മാത്രം നിന്റെ ആവശ്യങ്ങൾ തേടുന്നവനാണ് എന്നറിഞ്ഞാൽ നീ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അള്ളാഹു നിനക്ക് പൂർത്തീകരിച്ചു തരും. നിന്റെ ദുആക്ക് അവൻ ഉത്തരം നൽകുകയും ചെയ്യും. പെട്ടെന്ന് ആ ദുആക്ക് ഉത്തരം കിട്ടി, ലോകത്ത് കിട്ടിയാൽ ദുന്യാവിലും ആഖിറത്തിലും അത് ഖൈറായി. ഇനി ഒരാളെ ദുആക്ക് ദുന്യവിയായ നിരക്ക് അവൻ ചോദിച്ചത് നൽകാതെ പെട്ടെന്ന് ഉത്തരം ലഭിച്ചില്ല എന്നുണ്ടെങ്കിലും ഒരിക്കലും അത് അവന് നഷ്ടമാവുകയില്ല. അള്ളാഹു അവനതിൻ്റെ പ്രതിഫലം അവൻ്റെ അടുത്ത് സംരക്ഷിച്ച് അത്യാവശ്യമായ മഹ്ശറയിൽ അവനത് നൽകും. അതല്ലെങ്കിൽ വിപത്തുകളിൽ നിന്ന് അവൻ സംരക്ഷണം നൽകിക്കൊണ്ടെങ്കിലും അവൻ ചോദിച്ച ചോദ്യം വെറുതെയാവുകയില്ല എന്നുള്ളത്. നോമ്പുകാർക്ക് പ്രത്യേകമായി ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഹദീസുകളിൽ വന്നതാണ്. അതുകൊണ്ട് മഹത്തായ ആ ഇബാദത്ത് അത് നാം ധാരാളം അത് വർദ്ധിപ്പിക്കണം. നമ്മുടെ സമയങ്ങളിൽ നാം അതിലേക്ക് അത്യാവശ്യക്കാരാണ് താനും. أقول هذا وأستغفر الله العظيم الجليل لي ولكم ولسائر المؤمنين والمؤمنات.